ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീനുവും കൂട്ടരും അക്കരെ ഇറങ്ങി നടന്നു പോകുന്നുണ്ട്. ആ സമയം നല്ല ഇരുട്ടാണ്. അവർ പറയുന്നുണ്ട് അക്കരെ ഇറങ്ങി കുറച്ച് നടന്നാൽ മതി എന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഇത് ഒരുപാടായല്ലോ. മീനുവും പറയുന്നുണ്ട് അതെ, ഇപ്പോൾ ഒരുപാട് നടന്നല്ലോ. ഇവിടെ എങ്ങും ഒരു കല്യാണ വീടുള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ. നിരഞ്ജൻ്റെ ആൾക്കാർ പറയും നാട്ടിൻപുറം അല്ലേ മാഡം, ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നതാ, നിങ്ങളിങ്ങ് വാ. അങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പം അതെ എത്തിയെന്ന് പറയും. മീനു ചോദിക്കും ഇതാണോ വീട്, ഇവിടെ എങ്ങും ഒരു മനുഷ്യരെ പോലും കാണുന്നില്ലല്ലോ. അന്നേരം ദേഷ്യത്തോടെ നിരഞ്ജൻ്റെ ആൾക്കാർ ആ പാത്രങ്ങളൊക്കെ താഴോട്ടിടും. മീനുവിൻ്റെ കൂടെയുള്ള ആൾ ചോദിക്കും ഇങ്ങനെയാണോ പാത്രങ്ങളൊക്കെ താഴോട്ടിടുന്നത്. അന്നേരം നിരഞ്ജൻ്റെ ആൾക്കാർ അവരെ ഉപദ്രവിക്കാൻ ചെല്ലും. മീനു തടയാൻ ശ്രമിക്കുമ്പം മീനുവിനെ ഉപദ്രവിക്കുന്നുണ്ട്. നാരായണനും ഇടപെടാൻ ചെല്ലും. നാരായണനെ അവർ ഉപദ്രവിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ അടിയും ബഹളവും ആകും. പിന്നീട് കാണിക്കുന്നത് നിരഞ്ജനും കൂട്ടുകാരും കൂടെ വള്ളത്തിൽ അങ്ങോട്ട് പോകുന്നതാണ്. നിരഞ്ജൻ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് ഞാൻ എത്തുന്നവരെ അവളെ ആ മുറിയിൽ അടച്ചിട്ടേക്ക്. കൂടെയുള്ളവരുടെ കാര്യം ചോദിക്കുമ്പോൾ നിരഞ്ജൻ പറയും അവരെ നല്ലപോലെ പെരുമാറിയിട്ട് ആ വെള്ളത്തിലേക്ക് അങ്ങ് തള്ളിയിട്ടേക്ക്. മീനുവിനെ ഒരു മുറി കൊണ്ടുപോയിട്ട് പൂട്ടാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവിടെ കിടന്നൊരു മരക്കഷ്ണം എടുത്തിട്ട് അവൾ അയാൾക്കിട്ട് നല്ല അടി കൊടുക്കും. ഈ സമയം പാർവതിയെ കാണിക്കുന്നുണ്ട്. മീനു ഇതുവരെ വിളിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് മീനുവിനെ ഫോൺ ചെയ്യുന്നത് കാണിക്കും. ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട് നാരായണൻ പയ്യെ കണ്ണു തുറക്കും. അവനെ കൈ മേലെ കെട്ടി തൂക്കിയിട്ടേക്കുക. മീനു ഫോൺ എടുക്കാതെ വരുമ്പോൾ പാർവതി ചിന്തിക്കുന്നുണ്ട് പാവം വാര്യരുടെ വീട്ടിലെ കല്യാണത്തിരക്കിലായിരിക്കും. മീനു അയാളെ അടിച്ചിട്ടിട്ട് ഓടി മുറിക്ക് പുറത്തിറങ്ങുമ്പോഴത്തേനും കാണുന്നത് മാറിയിരുന്ന് വെള്ളം അടിക്കുന്ന രണ്ടുപേരെയാണ്. മീനു അവർ കാണാതെ ഒളിച്ചു നിൽക്കും. അവർ പറയുന്നുണ്ട് വാടാ നമുക്ക് മുറിയിൽ പോയി നോക്കാമെന്ന്. മീനുവിനെ അവർ കാണത്തില്ല. അവർ മുറിയിലേക്ക് പോകുന്ന സമയം മീനു അവിടുന്ന് വീണ്ടും ഇറങ്ങി ഓടും. മുറിയിലെത്തുന്ന അവർ കാണുന്നത് മറ്റേ ആളെ അടിച്ചിട്ടേക്കുന്നതാണ്. അവനോട് മീനു ആ പെണ്ണ് എന്തിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ പറയും എന്നെ അടിച്ചിട്ടിട്ട് അവൾ ഓടി രക്ഷപ്പെട്ടെന്നും പറയും. വാടാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് മറ്റൊരു രണ്ടുപേരും പുറത്തിറങ്ങും. ഈ സമയം മീനു ഓടിപ്പോകുമ്പം കാണുന്നത് ഇവളുടെ കൂടെയുള്ളവരെല്ലാം കെട്ടിയിട്ടേക്കുന്നതാണ്. മീനു വേഗം അവരുടെ അടുത്തേക്ക് ചെല്ലും. ഓരോരുത്തരുടെയും കയ്യിലെ കെട്ട് അവൾ അഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവന്മാർ വന്ന് അവളെ വീണ്ടും പിടിച്ചുകൊണ്ട് പോകും. അവരുടെ കയ്യിൽ നിന്ന് അവൾ കുതിര ഓടി ചെല്ലുന്നത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ വെച്ചേക്കുന്ന ഇടത്തേക്കാണ്. വേഗം അവൾ ഷോൾ എടുത്തിട്ട് അവളുടെ മൂക്കും കണ്ണും എല്ലാം കൂടെ കെട്ടിയിട്ട് അവന്മാരെതിരെ വരുമ്പോഴത്തേക്ക് ആ മുളക് പൊടിയുടെ അടപ്പ് തുറന്ന് അത് അവരുടെ നേരെ എറിയും. അവന്മാർക്ക് കണ്ണ് പുകഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മീനു വേഗം ഓടി വന്നിട്ട് കൂടെയുള്ളവരോട് പറയും വാ നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാമെന്ന്. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിന്ന് ഓടുന്നത് കാണിക്കും. അവരുടെ പാത്രങ്ങളും സാധനങ്ങളും എല്ലാം അവർ എടുത്തിട്ടുണ്ട്. എല്ലാം കൊണ്ടുവന്ന് അവർ വള്ളത്തെ കയറ്റാൻ തുടങ്ങും. മീനു അവിടെ തോണിക്കാരനെ നോക്കിയിട്ട് കാണത്തില്ല. അന്നേരം നാരായണൻ കാണും അയാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നത്. മീനുവിനോട് അത് പറയും. രണ്ടുപേരും കൂടെ തോണിക്കാരനെ വിളിക്കാൻ ചെല്ലും. പക്ഷെ അയാൾ ആകെ വെള്ളം അടിച്ചിട്ട് ഒരു ബോധമില്ലാതെ കിടക്കുക. ഇനി നമ്മൾ എന്താ മീനു ചെയ്യുന്നത്, ഇവിടെ നിന്ന് അവന്മാർ ഉറപ്പായിട്ട് നമ്മുടെ പിന്നാലെ എത്തും. മീനു പറയും വാ നമുക്ക് എങ്ങനെയെങ്കിലും പോകാം. കമ്പിൽ കെട്ടി വെച്ചേക്കുന്ന കയറ് മീനു ചെന്ന് അഴിച്ചുവിടും. നാരായണനോട് വേഗം കയറും നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയുമ്പോൾ നാരായണൻ ചോദിക്കും മീനു എന്തായി കാണിക്കാൻ പോകുന്നത്, മീനുവിനെതിരെ വഞ്ചി ഓടിക്കാൻ അറിയില്ലല്ലോ. മീനു പറയും എല്ലാം അറിഞ്ഞിട്ടല്ലല്ലോ എല്ലാവരും ജനിച്ചു വീഴുന്നത്. പിന്നെ നാരായണൻ അനങ്ങാതെ നിൽക്കുമ്പോൾ മീനു പറയും നോക്കി നിൽക്കാതെ കയറാനാ പറഞ്ഞത്, ഒന്ന് വേഗം വാ. മീനു അതും പറഞ്ഞ് വഞ്ചിയിൽ ചെന്ന് കയറും. മീനു അത് എങ്ങനെയൊക്കെയോ പ്രവർത്തിപ്പിച്ച് അക്കരയ്ക്ക് കൊണ്ടുവന്ന് കാണിക്കും. പിന്നീട് കാണിക്കുന്നത് നിരഞ്ജനും കൂട്ടുകാരനും വന്നിട്ടുണ്ട് മീനുവിനെയൊക്കെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക്. എല്ലാം അറിഞ്ഞിട്ട് നിരഞ്ജൻ പറയും കഴുതകൾ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, അതും കാശ് വാങ്ങിച്ചിട്ട്. അവളുടെ പാട്ടിന് പോവുകയും ചെയ്തു. കഷ്ടപ്പെട്ട് ഇത്ര വരെ കൊണ്ടെത്തിച്ചതാ. അവരൊത്തിരി ദൂരം പോയി കാണില്ല, നമുക്ക് പോയി നോക്കാമെന്ന് നിരഞ്ജൻ പറയുമ്പോൾ കൂട്ടുകാരൻ പറയും ഇനി അവരെ കിട്ടാനുള്ള സാധ്യത കുറവാ, അക്കരെ അവരുടെ വണ്ടി കിടപ്പുണ്ട്. നിരഞ്ജന് നല്ലപോലെ ദേഷ്യം വരും. പിന്നീട് കാണിക്കുന്നത് മീനുവും കൂട്ടുകാരും അക്കരെ വണ്ടിയുടെ അടുത്ത് നിൽക്കുന്നതാണ്. നാരായണൻ പറയും വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. വേറൊരാൾ പറയും എന്തിനായിരിക്കും അവര് നമ്മളെ കൊണ്ടുപോയി ആക്രമിക്കാൻ ശ്രമിച്ചത്, ആരായിരിക്കും അവര്. നാരായണൻ പറയും എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നിലെ തന്റെ കുന്നുമേലെ ചിറ്റപ്പന്മാരാവാനാ വഴി. അവർക്കാണല്ലോ തന്നോടും തന്നെ അമ്മയോടും തീരാത്ത കലിപ്പ്. ഇതൊരു പുലിവാല് പിടിച്ച ഓർഡറാന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. മീനു ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ നാരായണൻ പറയും എടോ മീനു ഞാൻ തന്നെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. ഒത്തിരി സൂക്ഷിച്ചു വേണം നമ്മൾ മുന്നോട്ട് ഓരോ ചുവടും വെക്കാൻ. മീനു പറയും നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് സംഭവിച്ചതൊന്നും ഒരിക്കലും എൻ്റെ അമ്മ അറിയരുത്. അറിഞ്ഞാൽ ആ പാവം വല്ലാതെ പേടിക്കും. പിന്നെ ഒരു പക്ഷേ നമ്മളുടെ മീനൂസ് കിച്ചൺ മുന്നോട്ട് പോയിന്ന് വരില്ല. നാരായണൻ പറയും ഇല്ല ഞങ്ങൾ ആരും ഒന്നും പറയില്ല, പക്ഷേ നാളെ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ലേറ്റായി നമ്മൾ ഇന്ന് തന്നെ കയറി ചെല്ലുമ്പോൾ അമ്മ കാര്യം ചോദിക്കില്ലേ. അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിച്ചോളാന്നും പറഞ്ഞ് മീനു ആരെയോ കോൾ ചെയ്യും. സ്വിച്ച് ഓഫ് എന്ന് പറയും. നാരായണൻ ചോദിക്കും ആ കള്ള വാര്യരെയാണോ വിളിക്കുന്നത്. മീനു അതേന്ന് പറയും. അയാൾ ഫോൺ ഓഫാക്കി വെച്ചേക്കുക. അയാളെ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയ ഇടിച്ച് ഇഞ്ച പരുവാക്കിയനെ. താൻ ഇങ്ങനെ ഓരോന്നാലോചിച്ച് ടെൻഷൻ ആവാതെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, താനൊന്ന് റിലാക്സ് ആവ്. നാരായണൻ പറയുമ്പോൾ മീനു പറയുന്നുണ്ട് കഴിഞ്ഞതൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങളെല്ലാം ചോദിച്ച ചോദ്യം എൻ്റെ ഉള്ളിലും ഉണ്ട്. ആരായിരിക്കും അവര്, എന്തിനാ അവർ നമ്മളോട് ഇങ്ങനെ ചെയ്തത്, എല്ലാത്തിനും ഉത്തരം കണ്ടെത്തിയിട്ട് ഞാൻ അടങ്ങും. പിന്നീട് കാണിക്കുന്നത് മീനുവിൻ്റെ വീടാണ്.
പിറ്റേന്ന് രാവിലെ പാർവതി മീനുവിനെ നോക്കി ചെല്ലുമ്പോൾ മീനു ഉറങ്ങുന്നത് കണ്ട് തിരിച്ചു പോരാൻ തുടങ്ങുമ്പോഴത്തേക്കും അവൾ ഉണർന്നിട്ടുണ്ട്. ആ മോൾ ഉണർന്നോന്നും ചോദിച്ച് പാർവതി അടുത്തിരിക്കും. മീനു പറയും, ഇന്നലെ രാത്രി അമ്മയോട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല, ക്ഷീണം കാരണം നേരത്തെ ഉറങ്ങിപ്പോയി. പാർവതി പറയും, എനിക്ക് തോന്നി വാര്യരുടെ മോളുടെ കല്യാണ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു. മീനു അന്നേരം മനസ്സിൽ ചിന്തിക്കും, ഇന്നലെ ഉണ്ടായതൊന്നും അമ്മയോട് പറയാൻ പറ്റില്ല, അറിഞ്ഞാ പാവ സഹിക്കില്ല. പാർവതി ചോദിക്കും, ഞാൻ ചോദിച്ചു കേട്ടില്ലേ കല്യാണ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ആ പാവം വാര്യര് മോളുടെ കൈയും കാലും പിടിച്ചെടുത്ത് ബുക്കിംഗ് അല്ലേ. മീനു പറയും, ആ കല്യാണം മാറ്റിവെച്ചമ്മേ. പാർവതി ചോദിക്കും, മാറ്റിവെച്ചോ, അതെന്തു പറ്റി? മീനു പറയും, അറിയില്ല, ഞാൻ കൂടുതലൊന്നും അന്വേഷിക്കാൻ പോയില്ല. പാവം വാര്യര്, ആ മനുഷ്യന് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവും. എന്താ ചെയ്യാന്നും പറഞ്ഞ് പാർവതി ഉടനെ പോകുമ്പോൾ മീനു ദേഷ്യത്തോടെ പറയും, പാവം കള്ള വാര്യര് എന്തെങ്കിലും ഒരു ദിവസം എൻ്റെ കൈ കിട്ടും, അന്ന് അയാളുടെ അന്ത്യവാ. പിന്നീട് കാണിക്കുന്നത് മീനു അമ്മയും കൂടെ അച്ഛനെ കാണാൻ പോവുക. മീനു പറയുന്നുണ്ട്, അച്ഛനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകുന്നത് എങ്ങനെയാ, എന്തെങ്കിലും മേടിച്ചോണ്ട് പോകാം. പാർവതി ഇത് സമ്മതിക്കുമ്പോൾ മീനു പറയും, എണ്ണപ്പലഹാരവും ബേക്കറി ഒന്നും മേടിക്കണ്ട, നമുക്ക് ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് പോകാം. ഓട്ടക്കാരനോട് പറയും, ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് കണ്ട ഒന്ന് നിർത്തണേ ചേട്ടാ. അയാൾ സമ്മതിക്കും. അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ടേ വണ്ടി നിർത്തും. അങ്ങനെ പാർവതി മീനും 2 സെക്ഷനിലായി നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കുവാണ്. ആ സമയം ശിവരഞ്ജിനി അവിടെയുണ്ട്. പക്ഷെ ഇവർ 3 പേരും പരസ്പരം കാണുന്നില്ല. ശിവരഞ്ജിനി അന്നേരം ഒരാളെ കണ്ടിട്ട്, ആഹാ ആരിത്, എത്ര നാളായി കണ്ടിട്ടെന്ന് ചോദിച്ച് വർത്താനം പറഞ്ഞ് നിൽക്കും. ഈ സമയം പാർവതി കാണും ശിവരഞ്ജിനി ആരോടെ വർത്താനം പറഞ്ഞ് നിൽക്കുന്നത്. ശിവരഞ്ജിനിയെ കണ്ട് അവർ ശരിക്കും ഞെട്ടും. അവർ വിചാരിക്കും, ദൈവമേ മീനു എങ്ങനെ ഇവരെ കണ്ട ഉറപ്പായി എന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നോക്കും, അത് തടയാൻ എന്താ ഇപ്പോൾ ഒരു വഴി. ആ സമയമാണ് ശിവരഞ്ജിനി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾ തിരിയുന്നത്. അന്നേരമാണ് അയാളെ പാർവതി കാണുന്നത്. അത് ബെന്നിച്ചനാണ്. അയാളെ കണ്ട് പാർവതി വീണ്ടും ഞെട്ടും. ദൈവമേ, ബെന്നിച്ചനും ശിവരഞ്ജിനും തമ്മിൽ കണ്ടിരിക്കുന്നു. എൻ്റെ ഈശ്വരൻ എനിക്ക് ഈ കാഴ്ച കാണിച്ചു തന്നത്. ഒരിക്കലും മീനു അവരെ കാണരുത്. പാർവതി വേഗം ചെന്ന് മീനുവിന്റെ കയ്യിൽ പിടിക്കും. നീ ഇവിടെ എന്തെടുത്തോണ്ട് നിൽക്കുവോ, വേഗം വാ. മീനു ചോദിക്കും, എന്തിനാ തിരക്ക് കൂട്ടുന്നത്, സാധനം എടുക്കട്ടെ. പാർവതി പറയും, നിന്നോട് വരാനല്ലേ പറഞ്ഞത്, നീ ഇങ്ങ് വാ എന്നും പറഞ്ഞ് മീനുടെ കയ്യെ പിടിച്ച് വലിക്കും. വേഗം ചെന്ന് എടുത്ത സാധനങ്ങൾ ബില്ലിംഗ് സെക്ഷനെ കൊണ്ടു കൊടുത്തിട്ട് പറയും, വേഗം ഒന്ന് ബില്ലടിക്കുക, ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. മീനു ചോദിക്കും, എന്താ അമ്മേ. പാർവതി പറയും, നീ ഒന്ന് മിണ്ടാതിരിക്കേ. പാർവതി പറയുന്നുണ്ട് വേഗം ബില്ലടിക്കുന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ബില്ലടിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മീനു പറയും, അമ്മേ ഞാൻ ഒരു ഐറ്റം വാങ്ങാൻ വിട്ടുപോയി, അമ്മ ഇവിടെ നിൽക്കും, ഞാൻ വേഗം പോയി എടുത്തിട്ട് വരാം. നിനക്ക് ഇത്ര അത്യാവശ്യമായിട്ട് എന്താ വാങ്ങിക്കാനുള്ളത്? പാർവതി ചോദിക്കുമ്പോൾ മീനു പറയും, ഒരു നെയിൽ കട്ടർ. കഴിഞ്ഞ തവണ കാണാൻ പോയപ്പം അച്ഛൻ്റെ കാലിലെ നഖം വല്ലാതെ വളർന്നിരുന്നു. ഒരു നെയിൽ കട്ടർ അല്ലേ, അത് വൈദ്യരമ്മയോട് പറഞ്ഞ് നമുക്ക് മേടിച്ചു കൊടുക്കാം, നീ ഇങ്ങ് വാ, സമയം പോയി. മീനുവിനെയായി അവർ വേഗം ഓട്ടോയിൽ വന്ന് കയറും. പിന്നീട് കാണിക്കുന്നത് ശിവരഞ്ജിനി ബെന്നിച്ചനും സംസാരിക്കുന്നതാണ്. ശിവരഞ്ജിനി ചോദിക്കുന്നുണ്ട്, അപ്പം ബെന്നിച്ചൻ ഉഗാണ്ടയിലെ ബിസിനസ് എല്ലാം നിർത്തിയോ? അയാൾ പറയും, എല്ലാം നിർത്തി മേഡം, ഇനി തിരിച്ചു പോകുന്നില്ല. നാട്ടിലെ എന്ത് ചെയ്യാനാ പ്ലാൻ? ശിവരഞ്ജിനി ചോദിക്കുമ്പോൾ അയാൾ പറയും, പഴയ പോത്ത് കച്ചവടക്കാരനായി എനിക്കാണോ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പഞ്ഞം, റിയൽ എസ്റ്റേറ്റ് പിടിക്കാനാ ഉദ്ദേശം. ആ സമയം നിരുപമ അങ്ങോട്ട് വരുമ്പോൾ ശിവരഞ്ജിനി ചോദിക്കും, കഴിഞ്ഞോ മോളെ? കഴിഞ്ഞു നമ്മൾ പറയും. ഇതാരാ മേഡെന്ന് ബെന്നിച്ചൻ ചോദിക്കുമ്പോഴത്തേക്കും ശിവരഞ്ജിനി പറയും, എൻ്റെ മോളാ നിരുപമ. ശിവരഞ്ജിനി നിരുപമയോട് പറയും, മോളെ ഇത് ബെന്നി, അമ്മയുടെ ഒരു പഴയ പരിചയക്കാരനാ. എന്നാ ശരി ബെന്നിച്ച, നാട്ടിൽ തന്നെ ഉള്ള സ്ഥിതിക്ക് ഇനി ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ആയിക്കോട്ടെ. ബെന്നിച്ചൻ പറയുമ്പോഴത്തേക്കും ശിവരഞ്ജിനി മോളുമായിട്ട് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകും. ബെന്നിച്ചൻ അവരെ തന്നെ നോക്കി നിൽക്കും. അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നും. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.